ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇതാ നോക്കി നമ്മുടെ സ്പീഷീസ് ഒക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പീഷീസിൻ്റെ പ്ലാന്റിൻ്റെ സൈസും ഒക്കെ എന്താണ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഒന്നുകൂടി ഒന്ന് കാണാമേ. അപ്പോൾ ഇതാ ഇത് സ്പീഷീസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അത് നോക്കി പ്ലാന്റിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടോ വീഡിയോയിൽ. നന്നായിട്ട് ഒരു വിട്ടുണ്ട് പ്ലാന്റിന്. ഇതാ നോക്കി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഓരോന്നിൽ നിന്ന് ഫ്രീക്വൻലി ഫ്ലവർ ചെയ്യുന്നൊരു മൊക്കാറയുടെ ഒരു സ്പീഷീസ് വെറൈറ്റിയാണ് കേട്ടോ ഇത്. നന്നായിട്ട് നല്ലൊരു ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. നല്ലൊരു ഓറഞ്ചിൽ കുറേ ഡോട്ട്സുകളൊക്കെ ഉണ്ട്. ലിപ്പാണെങ്കിൽ നല്ല റെഡ് ലിപ്പാണ്. റെഡും യെല്ലോയും കൂടെ ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്നൊരു ലിപ്പാണ് കേട്ടോ. നല്ല വലിയ ഫ്ലവേഴ്സാണ്. നമ്മുടെ ടെറൈറ്റിൻ്റെയൊക്കെ ഒരു ഫ്രാഗ്രൻസിൻ്റെയൊക്കെ ഫ്ലവറുമായിട്ടൊക്കെ ചെറിയ സിമിലാരിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. ഫ്രാഗ്രൻസ് ഇല്ല, പക്ഷേ ഫ്രീക്വൻലി ഫ്ലവർ ചെയ്യുന്നൊരു സ്പീഷീസാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്നാണെന്നറിയാമോ? നമ്മുടെ അരാന്ത്രാസിൻ്റെയൊക്കെ സ്പൈക്ക് വരുന്ന പോലെ തന്നെയാണ് ഇതും സ്പൈക്ക് ഫ്ലവർ ചെയ്യുന്നത്. ഒരു സ്പൈക്ക് വന്നിട്ട് അതിങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് 2-3 ചില പ്ലാന്റ് ഞാൻ നേരത്തെ പലപ്പോഴും വീഡിയോയിൽ എനിക്കൊന്ന് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ നേരത്തെ ഇവൻ്റെ ഒരു വലിയൊരു പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് നല്ല ബ്രാഞ്ചസ് ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ സ്പീഷീസിൻ്റെ ഒരു ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്വാളിറ്റി ഇതാണ്. അപ്പം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് മെറൂൺ ഷെയ്ഡ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അതായത് അത്യാവശ്യം കുറേ ചെറിയ ഡോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ മേലെ ഒരു റെഡിഷ് ഡോട്ട്സ് ഒക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്പം നോക്കി റൂട്ട്സ് ഉണ്ടോ? നല്ല നല്ല കിടുക്കൻ റൂട്ട്സ് ആണ് കേട്ടോ. ഏരിയൽ റൂട്ട്സ് ഒക്കെ നല്ല വലിയ റൂട്ട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും അയക്കുന്നത്. അപ്പം ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ.